ഞാൻ പെരിയാർ റിവർ കൈയും കാലും പുറകെ കെട്ടിയിട്ട് നീന്തി കിടന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ വേറെ 22 ഗേൾസും കൂടെ ഉണ്ടായിരുന്നു. സോ പെരിയാർ റിവർ അതും കൈയും കാലും കെട്ടിയിട്ട് നീന്തി കിടന്നത്. സോ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സോ എനിക്ക് ആ ജേർണി ഒന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഇവന്റിനെ കുറിച്ച് പറയാം. എങ്ങനെയാണ് ഈ ഇവന്റ് അറിഞ്ഞതും? കുറെ ഉണ്ടാവുമല്ലോ പ്രൊസീജിയേഴ്സ്, ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആ ഒരു ഇത് നടത്തിയത് ഞങ്ങളുടെ ക്ലബ്ബാണ്, VRC റിവർ സ്വിമ്മിംഗ് ക്ലബ്ബ്. അത് നടത്തുന്നത് ഞങ്ങളുടെ സാറ് സജി സാറാണ്, ട്രെയിനർ, ദ മാൻ ബിഹൈൻഡ് യുവർ സക്സസ് അല്ലേ? യെസ്. അപ്പോൾ സാർ ഇങ്ങനെ കുറെ ഐഡിയാസ് പറയും. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര താല്പര്യമുണ്ട് ഇതുപോലെയൊക്കെ ചെയ്യാൻ. സാർ ട്രിക്കൊക്കെ പറഞ്ഞു തരും അല്ലേ? കുറെ ട്രിക്സും എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ സാറ് കാരണമാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സംഭവം തന്നെ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞത്. എന്തെങ്കിലും പറയാനുണ്ടോ സാറിന് ഈ ഒരു നിമിഷത്തില്? സാറിനെ ഞാൻ പരിചയപ്പെട്ടത് 2020-ലാണ്. അപ്പോൾ ആ സമയത്ത് ആലുവയിൽ ഒരു റിവർ സ്വിമ്മിങ് ക്ലബ്ബ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ പോയി നീന്തൽ പഠിച്ചാലോ എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് പോയത്. അപ്പോൾ ആദ്യമൊക്കെ അവിടെ ചെല്ലും. ആ അമ്പലത്തിൻ്റെ ആ ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ ഒരു സാറുണ്ടായിരുന്നു, നല്ല പൊക്കവും നല്ല ശരീരവും ഒക്കെ ഉള്ള ഞങ്ങളുടെ സജി സാറുണ്ടായിരുന്നു. അപ്പോൾ സാറ് എക്സസൈസൊക്കെ ആദ്യം ചെയ്യിപ്പിക്കും, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് സാറിനെ പരിചയപ്പെട്ടു. സാറിൻ്റെ പേരൊക്കെ ചോദിച്ചു. ഞങ്ങൾ സംസാരിക്കാനൊക്കെ തുടങ്ങി. സാറ് എന്നെ ഇങ്ങോട്ട് വന്ന് കുറേ സംസാരിക്കും. എന്നിട്ട് പറയും, നീ നീന്തി കിടക്കണോട്ടാ, നമുക്ക് എന്താണ്. സാറിൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നീന്തൽ പഠിക്കണം. അപ്പോൾ സാർ ഇപ്പോൾ 15-16 വർഷമായി ഫ്രീ ആയിട്ട് സ്വിമ്മിങ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബോട്ട് അപകടം ഉണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ പേര് മരിച്ചുപോയി, പിള്ളേരും മുതിർന്നവരും ഒക്കെ. അപ്പോൾ ഇത് സാറിന് ഭയങ്കര സങ്കടമായി. അപ്പോൾ സാറ് ആദ്യം തന്നെ സാറിൻ്റെ മക്കളെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ തുടങ്ങി കുറേ ആൾക്കാരെ പഠിപ്പിച്ചു. ഇപ്പം സാറൊരു 15,000-ഓളം ആൾക്കാരെ ഫ്രീ ആയിട്ട് നീന്തൽ പഠിപ്പിച്ചു.